ഇന്ന് ഒരു ലഞ്ച് സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് പെരുംജീരകം ഇട്ട് കൊടുക്കാം. പെരുംജീരകം പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞതോ നടുകെ കീറിയതോ ഒന്ന് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനൊരു കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് നമുക്കിനി ഒരു തണ്ട് കറിവേപ്പിലയും അതുപോലെ തക്കാളി ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാൻ ഒരു ചെറിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇത് രണ്ടും ചേർത്തിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി മസാലയ്ക്ക് വേണ്ടി 2 പൊടികളാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനായിട്ട് ഇച്ചിരി ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ടത് ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ, എനിക്ക് എടുക്കാൻ പറ്റിയില്ല നേരം. അപ്പോൾ അത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് പൊടിയും അതുപോലെ നമ്മുടെ മസാലപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിച്ച് കൊടുക്കണം. സവാള നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ആ സവാളയിൽ ഈ മസാല ഒന്ന് പിടിച്ചിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി വെള്ളം നമുക്കതിലിങ്ങനെ ഒഴിച്ചു കൊടുക്കും. അധികം വെള്ളം വേണ്ട. ഈ സവാള ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കോഴിമുട്ടയാണ്. അപ്പോൾ ഇവിടെ ഞാൻ 2 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് പൊട്ടിച്ചത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ തവി ഉപയോഗിച്ച് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കുറച്ച് നേരം ഇതുപോലെ ഒന്ന് ഇളക്കുമ്പോൾ നമുക്ക് കറക്റ്റ് നമ്മുടെ മുട്ട സെറ്റായി കിട്ടും. ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് തൂക്കി ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടല്ലേ നമുക്ക് ഈ റെസിപ്പി ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ലഞ്ചിൻ്റെ കൂടെ സൂപ്പറായിട്ടുള്ള ഡിഷാണ്. എല്ലാവരും ചെയ്ത് നോക്കുക.